புது வெள்ளை மழை இன்று பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி അലയുகின்றது. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 5 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഒരു 4-5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിടുന്നത്. ഇനി സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് ഞാൻ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവും കൂടിയാണ് നമ്മുടെ കറിയുടെ ആ എരിവ് എന്തുമാത്രമാണ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒഴിക്കുന്നത് ഇതിലേക്ക് 2-ാം പാലാണ്, തേങ്ങാ പിഴിഞ്ഞതിൻ്റെ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പും 2 പച്ചമുളകും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്തോരം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ആ ഒരു പരുവത്തിൽ എടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലൊന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതിയാവും. അപ്പം ചൂടപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.